അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ്. ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മുടെ പെരുന്നാളിനനുബന്ധിച്ച് വീട് ക്ലീൻ ചെയ്യുന്നതും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് നടത്തുന്നതും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മേലേക്ക് കയറിയിട്ടുള്ളത് എൻ്റെ ബ്രഷ് ചെയ്യലും അതുപോലെ ഇങ്ങനെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം ഞാൻ മുകളിലേക്ക് വന്നിട്ടുള്ളത്. ഹസ്ബൻഡ് നേരത്തെ തന്നെ പോകേണ്ടതായതുകൊണ്ട് ഷർട്ടൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് മേലേക്ക് വന്നിട്ടുള്ളത്. അപ്പം അതിന് വന്നിട്ടുള്ളത് ഞാൻ ഓരോന്നായിട്ട് അന്നന്നത്തെ ദിവസത്തെ അന്നന്ന് അയൺ ചെയ്യലാണ്. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് അയൺ ചെയ്ത് വെക്കാറില്ല. പിന്നെ അപ്പോൾ അതൊക്കെ അയൺ ചെയ്ത് വന്നതിന് ശേഷം ഇതാ രാവിലത്തെ പരിപാടികൾ തുടങ്ങിയത്. അപ്പോൾ രാവിലത്തെ പരിപാടികൾ എന്ന് വെച്ചാൽ നമ്മുടെ ചായ വെക്കൽ, വെള്ളം വെക്കൽ, ഇങ്ങനെയുള്ള പരിപാടികൾ, പിന്നെ മക്കൾ സ്കൂളിൽ അയക്കണം, അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ രാവിലെ നാസ്തയൊക്കെ കഴിച്ചിട്ട് ഇക്ക പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പോയതിന് ശേഷം ഞാൻ പിന്നെ മക്കളെ റെഡിയാക്കേണ്ട കാര്യം, മക്കളുടെ സ്കൂളിൻ്റെ കാര്യം, പിന്നെ ടിഫിൻ എടുത്ത് വെക്കലും, ഇങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു വലിയ പാത്രത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെക്കും. അതിന് ശേഷം ചായ, പിന്നെ പാൽ ചൂടാക്കൽ, ഇങ്ങനത്തെ പരിപാടിയാണ് ഫസ്റ്റ് നടക്കൽ. അതിന് മുന്നേ ആയിട്ട് ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ പരിപാടി കിച്ചണിൽ നടക്കുന്നത്. എല്ലാ വീട്ടിലെ പോലെ ഇങ്ങനെ തന്നെ നമ്മളെ വീട്ടിൽ നടക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ചായയൊക്കെ കുടിച്ച് ഫോണൊക്കെ കുറേ നോക്കിയതിന് ശേഷം ആടിപ്പാടിയിട്ടാണ് ഓരോ പണി തുടങ്ങാറുള്ളത്. അപ്പോൾ ഇന്ന് വ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ സമയം കളയാനുണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ മക്കളെ വിളിക്കാനൊക്കെ പോയി. ഇപ്പോൾ ഈ സമയം കൊണ്ട് രാവിലെ തന്നെ വിളിക്കാൻ തുടങ്ങിയാൽ ഒരു റെഡി ആവേണ്ട സമയം ഏകദേശം ഒരു സമയമാകുമ്പോഴത്തേക്ക് എണീക്കും. അപ്പോൾ ഞാൻ എണീക്കുന്നതിന് മുന്നേ തന്നെ ഇവരെ ബാഗും ബുക്കും ടൈം ടേബിൾ എടുത്ത് വെക്കലും ഇതൊക്കെ റെഡിയാക്കി വെക്കും. മോൻ്റെത് എടുത്ത് വെക്കാറ്, മോളത് മോൾ തന്നെ നോക്കിക്കോളും. എണീക്കേണ്ട സമയമൊക്കെ എടുക്കും. ബാക്കി അവൾ തന്നെ ടൈം ടേബിൾ എടുത്ത് വെക്കലും ബാഗ് റെഡിയാക്കലും അതൊക്കെ അവളെ തന്നെ നോക്കിക്കോളും. ചെറിയ മോനിക്കാണ് പ്രശ്നം. അപ്പോൾ അവൻ്റെത് ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നോട്ട് ബുക്ക് വെച്ച് കൊടുക്കണം. എല്ലാ പരിപാടിയും നമ്മൾ ചെയ്ത് വെച്ചതിന് ശേഷമേ അവനെ വിളിക്കും. അപ്പോൾ വിളിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവരെ ബാക്കിൽ തന്നെ ആയില്ലേ. വിളിച്ച് എന്താണ് കുറേ സോപ്പിട്ട് പിന്നെ കുറേ ഓഫേഴ്സെല്ലാം കൊടുത്ത് എന്നിട്ട് കുളിക്കാൻ പോയി കുളിപ്പിച്ചെടുക്കലെന്നെല്ലാം പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക്കാണ്. ബുക്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അവരെ ടിഫിന് റെഡിയാക്കി വെക്കണം, ബോട്ടിലിൽ വെള്ളം നിറച്ച് വെക്കണം, ഇങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ സ്നാക്സ് ബോക്സ് റെഡിയാക്കണം. രാവിലെ തന്നെ വെള്ളം ചൂടാക്കി വെച്ചുകൊണ്ട് തന്നെ ഈ സമയമാകുമ്പോഴത്തേക്ക് നല്ലോണം ആറി കിട്ടിയിട്ടുണ്ടാവും, നല്ല കറക്റ്റ് ഇരുത്തായിട്ടുണ്ടാവും. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നിറച്ച് വെച്ചു. ഇനി പ്ലേറ്റും സ്നാക്സ് ബോക്സ് ഇതൊക്കെ റെഡിയാക്കി എടുക്കണം. ഈ ടൈം ആകുന്നവരേക്കും മോൻ എണീച്ചിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ചെറിയ മോൻ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ എടുത്തു കൊണ്ടുപോയി രണ്ടാമതും ഉറക്കി, പിന്നെയും എണീച്ച് വരും, പിന്നെയും രണ്ടാമത് എന്നെ ഉറക്കൽ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാസ്തയുടെ ഇതെല്ലാം ഉമ്മ നാസ്ത റെഡിയാക്കേണ്ട തിരക്കിലായിരുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. മോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. മോൾ അവളുടെ ഓരോരോ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ രാവിലത്തെ തിരക്കുണ്ടാവില്ല. ഞാൻ ഒരുപാട് നാളായി ഞാൻ മോർണിംഗിൽ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ പറ്റലുണ്ടായിട്ടില്ല, ഓരോരോ തിരക്കും കാര്യങ്ങളായി പറ്റലുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് ചെറിയ തിരക്ക് അങ്ങനെ ഇന്ന് ചെയ്ത് നോക്കാം എന്നുള്ള നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മോന് സ്നാക്സിന് ഓംപ്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓംപ്ലേറ്റായിട്ട് തന്നു. ഞാൻ നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അവന് ചോദിച്ചുകൊണ്ട് വന്നത്. കുറേ ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് അതാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുട്ടയിൽ ഉപ്പിടാൻ മറന്നുകൊണ്ട് അതിലത്ത് വേറെ ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്
ഇടുകയാണ് ചെയ്യുന്നത്. പൊതുവേ ഞാൻ മുട്ടയിൽ ഡയറക്റ്റായിട്ട് ഉപ്പ് ചേർക്കാറില്ല, മിക്സായി പോകാറില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേറെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് ഇതുപോലെ ചേർക്കലാണ്. അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കിയപ്പം ഉമ്മ പൂരിക്കൊക്കെ കുഴച്ച് വെച്ചിട്ട് പരത്താൻ തുടങ്ങിയിട്ടുണ്ടായിന്. അതേപോലെ ഉമ്മാമ്മ പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിന്. പിന്നെ വേറൊരു ബേണറിൽ നമ്മുടെ മസാല റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, ബാജി റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, മക്കളുടെ ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ടായിന്. അപ്പോൾ ചൂടുവെള്ളം ഇറക്കി വെച്ചിട്ട് ഞാനിവിടെ ഓംലേറ്റ് റെഡിയാക്കിയെടുത്ത് എല്ലാം ഇങ്ങനെ ചടവട ആക്കൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓംലേറ്റ് റെഡിയായി, മസാലയൊക്കെ റെഡിയായി. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ വിളിച്ചുകൊണ്ടുണ്ട്, പക്ഷേ എണീക്കുന്നുണ്ടായിട്ടില്ല. അപ്പോൾ മോനെ വിളിച്ചുകൊണ്ടുണ്ടായി. അവൻ ഏറ്റവും ലാസ്റ്റ് ഉറങ്ങൽ. അപ്പോൾ എല്ലാവരും ഉറക്കിയതിന് ശേഷം അവൻ ഉറങ്ങല. അപ്പോൾ അതുകൊണ്ട് അവന് ലേറ്റാവും. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് ഇസ്തിരിയൊക്കെ ഇട്ടിട്ട് വന്ന് യൂണിഫോംസ്, പിന്നെ ഇതാ മുട്ടയൊക്കെ ബാഗിൽ എടുത്ത് വെക്കാമെന്ന് ടിഫിനിലെടുത്ത് വെച്ചിട്ട് ബാഗിലെടുത്ത് വെക്കണം. മോളൊക്കെ എണീച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ കാര്യങ്ങൾ നോക്കിക്കോളും, എണീപ്പിക്കേ വേണ്ടു. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചതിന് ശേഷം അവനെ വിളിക്കും. അപ്പോൾ അവനെ വിളിക്കുന്നതും അത് റെഡിയാക്കുന്നതൊന്നും ഞാൻ ഉൾക്കൊടുത്തിട്ടില്ല. നമ്മളതിന് വ്ളോഗ് എടുക്കാൻ നിന്നാൽ നമ്മളെ പണിയൊന്നും നടക്കില്ല. അപ്പോൾ അവനെ വിളിക്കാൻ നിന്നാൽ പിന്നെ അവൻ്റെ ബാക്കിൽ തന്നെ പോയും വേണം. ഏത് മൂഡിലായിട്ട് എണീക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ മക്കൾ ഓരോരോ ദിവസം ഓരോരോ നല്ല ഓരോരോ മൂഡിലായിരിക്കില്ല എണീക്കൽ. അപ്പം ഇത് അവരെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അവസാനം മോളും മോനും ഒക്കെ റെഡിയായി. പക്ഷേ ഇറങ്ങാൻ സമയത്ത് നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. അപ്പോൾ അതും വണ്ടിയിൽ കയറിനും അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, മഴയായതുകൊണ്ട്. ഇങ്ങനെയാണ് രാവിലത്തെ അവരെ ഒരുക്കുന്നതും അയക്കുന്നതും ഉള്ള പരിപാടി. എല്ലാ ദിവസവും ഇങ്ങനെയല്ല കേട്ടോ. ഇന്ന് പണി കുറവാണ്, ഇന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും പണി ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് കുറവാണ്. അപ്പോൾ അവരയച്ചതിന് ശേഷം കുറേ ഉമ്മയും പിന്നെ ബ്രദറിൻ്റെ വൈഫായിട്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. മോനിക്ക് കുറുക്കും അതുപോലെ മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളിതാ നാസ്ത കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ നാസ്തയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയി. പെരുന്നാളുടെ വൃത്തിയാക്കലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വൃത്തിയാക്കാൻ പോയി. ഫുൾ വീട് തലേന്ന് ദിവസം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ റൂം ബാക്കിയായിട്ടുണ്ടായിരുന്നു. റൂം ഞാൻ പിറ്റേന്ന് ചെയ്തോളാം, വീഡിയോ എടുക്കേണ്ടതെന്നുള്ളതിൽ റൂം ബാക്കിയുണ്ടായിരുന്നു. ആ റൂമിൽ നിന്ന് ഞാൻ വൃത്തിയാക്കി. അപ്പം നമ്മൾ വൃത്തിയാക്കാൻ കഴിഞ്ഞാൽ ഇതാ പരിപാടി, മക്കൾ ഫസ്റ്റ് കയറും. അപ്പം അതും അവിടെ വിട്ടുപോയി, വീഡിയോ അവിടെ വിട്ട്. പിന്നെ അതിന് ശേഷം ഞാനും ബ്രദറും കൂടിയിട്ട് ഷോപ്പിങ്ങിന് പോയി. ഒരു 12:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഷോപ്പ്സിലാണ് പോകുന്നത്. അപ്പോൾ പെരുന്നാളിൻ്റെ സാധനങ്ങൾ, കാര്യമായിട്ട് വീട്ടു സാധനങ്ങളൊന്നും ഫുള്ളായിട്ട് എടുക്കുന്നില്ല, പെരുന്നാളിൻ്റെ സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ എൻ്റെ നാട് കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. ഒരുപാട് റീൽസും വീഡിയോസും ഒക്കെ കുറേ ആൾക്കാർ ഇവിടുന്ന് എടുക്കാറുമുണ്ട്, പോസ്റ്റ് ചെയ്യാറുമുണ്ട് ഇൻസ്റ്റയിലൊക്കെ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ടൗണിലെത്തി എത്തുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയൊരു പാറൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം സാധനങ്ങളൊക്കെ എടുത്ത് വലിയ നല്ല തിരക്കുണ്ടായിട്ടാ, പെരുന്നാളിൻ്റെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിന്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വിടാൻ നേരത്ത് നല്ല മഴ, പകുതി നനഞ്ഞ് അങ്ങനെയായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്ക് ഒരു 3 മണി ആയിട്ടില്ല, 2:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വന്നു. നമ്മൾ ചോറും കറിയൊക്കെ കഴിക്കുന്നത്, നല്ല മീൻ കറിയും അന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻ കറിയും പിന്നെ മുരിങ്ങ ഇല വറവും. അത് അധികം ഉണ്ടാവും കേട്ടോ നമ്മൾ വീട്ടിൽ. പിന്നെ മീൻ പൊരിച്ചത്, ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടായിന്. അപ്പം ചോറും ഫുഡൊക്കെ കഴിച്ച് ഒരു 3-3:30 ആയിന് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കിന് മക്കൾ വരേണ്ട സമയം. പിന്നെ ഞാനിവിടെ അവസാനിപ്പിച്ചു എൻ്റെ വ്ളോഗ്. അപ്പോൾ എൻ്റെ ഹാഫ് ഡേ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.